പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോൾ, അതായത് ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്നാവില്ല. ഒരു സമയം നമ്മുടെ ചുറ്റും പ്രശ്നങ്ങളുണ്ടാകും. അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ ഒരു സമയത്താണ് വന്നു ചേരുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ 4 വഴിക്കൂടെയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ വരികയാണ്. ഒരു മനുഷ്യർക്ക് താങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നങ്ങൾക്കൊരു പരിമിതിയുണ്ട് എന്തായാലും. അത് ഒരു സമയം ആകുമ്പോൾ, ഒരു സമയത്ത് ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മളുടെ നേരെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും എല്ലാത്തിനെയും കൂടി പരിഹരിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പറയും. എനിക്കിപ്പോൾ ഒരു പ്രശ്നം അത് കൂടുതൽ സങ്കീർണമാകുന്നു, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി വേറെയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കുള്ളൂ, വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മൾ എന്താ പറയുക, വണ്ടിയിലൊക്കെ ഇരുന്ന് കിട്ടിയാൽ കിട്ടി എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഔട്ടുന്നത് പോലെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, പിന്നെ എല്ലാം വരുന്നിടത്ത് വെച്ച്. അങ്ങനെ ചിന്തിക്കുന്നത് ഒരു പോസിറ്റീവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ എല്ലാ പ്രശ്നങ്ങളെയും കൂടെ നേരിടാൻ വേണ്ടി സമയം കണ്ടെത്തി അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെയിൻ ഉണ്ടാവും. അതിലും നല്ലത് കുറച്ചൊക്കെ എന്താണ് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിക്കുക. എല്ലാ പ്രശ്നങ്ങളും കൂടെ ഒരുമിച്ച് നേരിടാൻ നമുക്ക് പറ്റുമോ? ഇല്ല. നമുക്ക് വലിയ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് ആ സമയത്ത് ഇല്ലെന്നും കൂടെ വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയുള്ള ഒരു സ്ഥലത്തല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു നാട്ടിലാണ് നിൽക്കുന്നത് എന്നൊക്കെ കരുതും, എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി ദൈവത്തിനെ വിശ്വസിക്കണം, ബാക്കി ഈശ്വരനെ വിട്ടു കൊടുക്കുക. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, ബാക്കി എന്താണ് ദൈവത്തിൻ്റെ കയ്യിൽ എന്ന് പറയത്തില്ലേ? വലിയ വലിയ സർജറികൾക്ക് ആണെങ്കിലും ഡോക്ടേഴ്സ് പറയത്തില്ലേ, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തു, ബാക്കിയെല്ലാം നിങ്ങളുടെ ഭാഗ്യം പോലെ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? ബാക്കിയുള്ള ഒരു 99% നോക്കിയെങ്കിൽ ആ 1% ആ അദൃശ്യ ശക്തിക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് അല്ലേ? അതാണ് ഒരു ഭാഗ്യം. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ എപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ തേടി ഒരു സമയം വരികയാണെങ്കിൽ നമ്മളപ്പോൾ എന്താണ് കൂളാകാൻ ശ്രമിക്കുക. ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്കൊരു വെളിവ് കിട്ടില്ല, നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥ. അപ്പോൾ എന്താണ്, ഏതായാലും പ്രശ്നങ്ങളുണ്ട്, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ ഒറ്റ കാര്യങ്ങൾ ചെയ്യും, എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതെല്ലാം നല്ലതിന് എന്ന് കരുതണം. ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ എത്ര മോശപ്പെട്ട കാര്യങ്ങൾ വന്നാൽ പോലും ഞാനെപ്പോൾ ചിന്തിക്കുന്നു, ഇങ്ങനൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ചിന്തിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിലൊരു മോശം സംഭവം ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മോശം അവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്ന് ചിന്തിച്ച് നോക്കി വലിയ നമുക്ക് സ്ട്രെയിൻ തോന്നത്തില്ല മനസ്സിന്. ഇല്ല എങ്കിൽ എന്താണ്, ഇതെല്ലാം കൂടെ ആലോചിച്ച് ടെൻഷൻ കയറി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. നേരെ മറിച്ച് കൂളായിട്ട് നമ്മളതിനെ കാണുകയാണെങ്കിൽ നമുക്ക് പതുക്കെ ഓരോ പ്രശ്നത്തിനുമുള്ള പരിഹാരം കണ്ടെത്താനായിട്ടുള്ള ബുദ്ധി തോന്നും. അതായത് നമ്മുടെ ബ്രെയിൻ സാധാ രീതിയിൽ വർക്ക് ചെയ്യും. ഇല്ലെങ്കിൽ എന്താണ്, കൂടുതൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എല്ലാം കൂടെ കൂടിക്കുഴഞ്ഞു പോകും. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോ പ്രശ്നങ്ങളായിട്ട് നേരിടുക. നമുക്ക് കഴിയുന്ന പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കുക, ബാക്കി എന്താണ് ദൈവത്തിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ രണ്ടാമതൊരു ശക്തിക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയില്ല അല്ലേ? അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നാൽ ആദ്യമേ സമാധാനിക്കുക, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതി ചെയ്യുക. ഇപ്പം ഉദാഹരണം ഇതാണ് എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത്. ഞാൻ പരീക്ഷ എന്ന് പറയുമ്പം നമുക്ക് PG എന്നൊക്കെ പറയുമ്പം ഏതാണോ വിഷയം അത് ഫുള്ള് പഠിക്കണം. അതിൻ്റെ തുടക്കം തൊട്ട് ഇപ്പോൾ
ഇപ്പോഴുള്ള കാര്യം വരെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ പഠിക്കുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് നടക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നത് മനസ്സിലാക്കി അതിനെ ഒരു രണ്ടായിട്ട് ഭാഗിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് നന്നായിട്ട് പഠിച്ചു വയ്ക്കും. ബാക്കിയുള്ളതിനെ 1-2 പോയിന്റുകളൊക്കെ ആക്കി വെച്ചിരിക്കും. കാരണം എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. എന്തായാലും 2 ഓപ്ഷന് കാണും. അല്ലെങ്കിൽ ഒരു 10 തന്നിട്ട് 6 എഴുതാനായിരിക്കും, ബാക്കി 4 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ കുറച്ച് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു രീതിയുണ്ട്. അല്ലാതെ ഒരിക്കലും മൊത്തത്തോടെ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അതും കിട്ടത്തില്ല, ഇതും കിട്ടത്തില്ല. അപ്പം നമ്മളങ്ങനെ സെലക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താ കൂടുതൽ മാർക്ക് നേടാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ കാര്യം. വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിരുത്തി ആലോചിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ളത് വരട്ടെ എന്ന് കരുതി വിട്ടു കൊടുക്കുക, അല്ലേ? ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവിടെ കുറേ കിളികളൊക്കെ ഇങ്ങനെ ചിലയ്ക്കുന്നുണ്ട്. ഒരു കുയിൽ പോയി. ആൺകുയിലും പെൺകുയിലും ഉണ്ടല്ലേ? പുള്ളിയുള്ള കുയിൽ ആൺകുയിലാണോ പെൺകുയിലാണോ? പാട്ട് പാടുന്ന കുയിൽ ആണാണോ പെണ്ണാണോ? ഇവിടെ മാടത്തെയൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മറക്കല്ലേ.